സൂരജ്ലാമ തിരോധാനത്തിൽ സർക്കാരിനെയും പോലീസിനെയും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. വിഐപികളെ മാത്രം സംരക്ഷിക്കലല്ല പോലീസിന്റെ പണി, സാധാരണക്കാരന്റെ സുരക്ഷ ഉറപ്പാക്കണം. ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന സ്ഥലത്തു നിന്നാണ് മൃതദേഹം ലഭിച്ചത്. നിരീക്ഷണമില്ലാതെ നഗരത്തിൽ ഇത്തരത്തിലൊരു സ്ഥലം എങ്ങനെ കിടന്നുവെന്നും കോടതി ചോദിച്ചു. എത്ര മൃതദേഹങ്ങൾ അവിടെ ഉണ്ടാകുമെന്നും കോടതി ചോദിച്ചു. കിട്ടിയ മൃതദേഹം സൂരജ്ലാമയുടെ അല്ലെങ്കിൽ ആരുടേതാണെന്ന് അറിയണമെന്നും കോടതി പറയുകയുണ്ടായി. രേഷ്മ, വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സൂരജ്ലാമ നിരോധാനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സർക്കാരിനെയും പോലീസിനെയും വിമർശിച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയത്? രോഹിണി, സൂരജ്ലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മകൻ സന്തൻ ലാമ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തന്നെ ഏകദേശം 20ഓളം പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് സൂരജ്ലാമയുടെ നിന്ന് സംശയം തോന്നുന്ന വിധത്തിൽ ഒരു മൃതശരീരം കളമശ്ശേരി HMD സമീപം HMD പ്രദേശത്തിന്റെ അവിടെ വെച്ചിട്ട് കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് വിമർശനത്തിന് ഹൈക്കോടതിയുടെ വിധേയമായിട്ടുള്ളത്. സൂരജ്ലാമയെന്നോ സംശയിക്കുന്ന ഒരു മൃതശരീരം ലഭിച്ചെന്നാണ് സർക്കാർ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് പരിശോധന തുടരുകയാണെന്നായിരുന്നു സർക്കാർ മറുപടി നൽകിയത്. പക്ഷേ ഹൈക്കോടതി എടുത്തു പറഞ്ഞ ഒരു വിമർശനമുണ്ട്. ഈ ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന ഒരു പ്രദേശമാണ് കളമശ്ശേരി ഉൾപ്പെടുന്ന പ്രദേശം. ആ നഗരത്തിൽ ഇത്തരം നിരീക്ഷണമില്ലാതെ ഇങ്ങനെ ഒരു സ്ഥലം എങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ എങ്ങനെ കിടക്കുന്നു എന്നുള്ളതായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നാളെ ആരെയെങ്കിലും ഒരാളെ അവിടെ കൊന്നുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്ത് പറയും എന്നുള്ള ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എത്ര മൃതശരീരങ്ങളാണ് അത്തരത്തിൽ നിരീക്ഷണമില്ലാതെ ആ സ്ഥലത്ത്, ഒഴിഞ്ഞ സ്ഥലത്ത് കിടക്കുന്നുണ്ടാവുക? നഗരപരിധിയിൽ ഉള്ള ഇത്തരം പ്രദേശങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തണമെന്നുള്ള ഒരു കാര്യം കൂടി, ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് നിന്നാണ് ഇത്തരം ഒരു മൃതശരീരം ലഭിച്ചത്. കിട്ടിയ മൃതശരീരം സൂരജ്ലാമയുടേതാണ് എങ്കിലും അല്ലെങ്കിലും അക്കാര്യം വിശദമായിട്ട് രേഖകൾ മുഖാന്തരം ഹൈക്കോടതി അറിയിക്കണമെന്നുള്ളതാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. വിഐപികൾക്ക് മാത്രം സുരക്ഷ ഒരുക്കലല്ല പോലീസിന്റെ പണി, മറിച്ച് സാധാരണക്കാരന്റെ സുരക്ഷയും അവരെ സംരക്ഷിക്കുന്ന നിലപാടും പോലീസ് സ്വീകരിക്കേണ്ടതെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരമൊരു സംഭവം ഈ സംസ്ഥാനത്ത് സംഭവിച്ചൊരു സംഭവം വീണ്ടും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞത്. എന്തായാലും സന്തൻ ലാമയുടെ ഹർജി, ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി അടുത്ത ആഴ്ചത്തേക്ക് വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഈ സൂരജ്ലാമയുടേതാണോ ഈ മൃതശരീരം, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ രേഖാമൂലം തന്നെ സംസ്ഥാന സർക്കാർ സമർപ്പിക്കണമെന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.